Welcome back to KitchenTales. ഇന്ന് ഞങ്ങളുടെ കൂടെ ഡോക്ടർ ഈപ്പൻ ആണുള്ളത്. ഹീസ് എ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോമൺ ആയിട്ട് വരുന്ന സ്കിൻ ഇഷ്യൂസ് ആണ്. തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഡൗട്ട് ഹെയർ ലോസിനെ പറ്റിയാണ്. സാധാരണ ഈ ഹെയർ ലോസിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകേണ്ടത് അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്താണ് പോകേണ്ടത്? ഹെയർ ലോസ് എല്ലാം ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഡെർമറ്റോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽ അതാണ്. അപ്പം ഹെയർ ലോസ് ആണ് ഞങ്ങളെ കാണാൻ വരുന്ന മേജർ ആൾക്കാരുടെ നെയിൽ. ഹെയർ ലോസ് ഞങ്ങളെ കാണാൻ വരുന്ന പേഷ്യൻസിന്റെ ഒരു മേജർ കംപ്ലൈന്റ് ആണ് ഹെയർ ലോസ്. അത് ഭയങ്കര കോമൺ ആണ്, നോട്ട് ഓൺലി ലേഡീസ്, ഇൻ മെൻ ഓൾസോ. സാധാരണ എനിക്ക് ഹെയർ ലോസ് വരുമ്പോൾ ഞാൻ എപ്പോഴും ഫുഡിൽ കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ സ്പിനച്ചൊക്കെ കഴിക്കും അങ്ങനെ. പക്ഷേ ഈ ഒരു ഏജിൽ അങ്ങനെ മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ഭക്ഷണത്തിൽ കൂടെയാണോ അല്ലെങ്കിൽ മെഡിസിൻ എടുത്ത് ശരിയാക്കണോ? ഹെയർ ലോസ് 2-3 കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാരണമാണ് ഡയറ്ററി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൽ കുറവ് വരുന്നത്. അതുപോലെ അപ്പം ഐഡിയലി ഒരു പേഷ്യൻ്റ് വരുമ്പോൾ എന്താണ് ഹെയർ ലോസ് എന്നുള്ള കാരണം കണ്ടുപിടിക്കുക. അതിനുശേഷമാണ് നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം നീതു പറഞ്ഞത് ഡയറ്ററി, അതായത് ഭക്ഷണത്തിൽ നിന്ന് കഴിക്കുന്നത് കുറവും കൊണ്ട് വരാം. ബയോട്ടിൻ എന്ന് പറഞ്ഞൊരു വിറ്റമിൻ, അതിൻ്റെ കുറവും കൊണ്ട് ഹെയർ ലോസ് വരാം. അയൺ ഡെഫിഷ്യൻസി, ഫോർ എക്സാമ്പിൾ ഈ അയൺ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ രക്തക്കുറവുള്ളവർക്ക് ഹെയർ ലോസ് വരാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഭക്ഷണത്തിൽ നിന്ന് അയൺ റിച്ച് ഫുഡ് അല്ലെങ്കിൽ ബയോട്ടിൻ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഹെയർ ലോസ് റിവേഴ്സ് ചെയ്യാം. പക്ഷെ അത് മാത്രമല്ല ഹെയർ ലോസിന്റെ കാരണങ്ങൾ, വേറെയും കാരണങ്ങളുണ്ട്. ഐഡിയലി എന്തുകൊണ്ടാണ് ഹെയർ ലോസ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക, അത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നീത്തു പറഞ്ഞത്. അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. എന്നിട്ട് വ്യത്യാസം വന്നില്ല. അയൺ ഒരു കാരണമാണ്. അതുപോലെ തന്നെ ബയോട്ടിൻ എന്ന് പറഞ്ഞൊരു വിറ്റമിൻ, അതിന്റെയും കുറവും കൊണ്ട് വരാം. അപ്പൊ ഇത് രണ്ടുമാണ്. ബയോട്ടിൻ ആണെന്ന് തോന്നുന്നത്. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് ഇഷ്യൂ വന്നപ്പോൾ ടാബ്ലറ്റ് ആയിട്ട് കഴിച്ചത് ഇതാന്ന് തോന്നുന്നു. പക്ഷെ 1 വീക്ക് കൊണ്ട് പെട്ടെന്ന് അത് നിന്നു. ബയോട്ടിൻ ടാബ്ലറ്റ്സ് യൂഷ്വലി നമ്മൾ കൊടുക്കാറുണ്ട് ഈ ഹെയർ ലോസ് വരുന്ന ആൾക്കാർക്ക്. ബട്ട് ദാറ്റ് ഓൾസോ ഡിപ്പെൻഡിങ് ഇപ്പോൺ ദ കോസ്, എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കുക, അതാണ് ചെയ്യേണ്ടത്. ബട്ട് വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് കാര്യം ഒന്ന് ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ അയൺ റിച്ച് ഫുഡ് കഴിക്കുക. അയൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതാണ് ചെയ്യണം. അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ആദ്യം ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കും. അതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടോ. തൈറോയ്ഡ് ചെക്ക് ചെയ്ത് നോക്കും, തൈറോയ്ഡ് ഉണ്ടോ. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇത് രണ്ടുമാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. അല്ലാതെ വേറെ കുറച്ച് അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഹെയർ ലോസ് വരാം. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അല്ല, പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഹെയർ ലോസിന് ആദ്യം നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ഈപ്പൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ നേരെ നമ്മൾ മരുന്ന് ടാബ്ലറ്റ്സ് കഴിച്ച് ആദ്യം നമ്മൾ അല്ലെങ്കിൽ മൾട്ടിവിറ്റമിൻ ഹിസ്റ്ററി, അതായത് പേഷ്യനോട് സംസാരിച്ച് എന്താണ് അതിന് കാരണം. ചില ലേഡീസ് അല്ല ജനറലി ഫോർ എക്സാമ്പിൾ ചില സ്ട്രെസ് ഉള്ള സമയത്ത്, ഇപ്പം സ്കൂളിൽ ഇപ്പോൾ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എക്സാം ടൈമിൽ നല്ല ഹെയർ ലോസ് വരും. അപ്പം സ്ട്രെസ് കഴിയുമ്പോൾ ആ സ്ട്രെസ് പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ചെയ്യും. അപ്പം അതിന് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കൊടുക്കേണ്ട കാര്യമില്ല, ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. വേണ്ട. സ്ട്രെസ് കാരണം വരുന്ന ഹെയർ ലോസ് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ചെയ്യും. അതൊരു ഫാക്ടർ. ഫോർ എക്സാമ്പിൾ പ്രഗ്നൻസി കഴിയുമ്പം കുറച്ച് നല്ലോണം ഹെയർ ലോസ് വരും. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ചെയ്യുന്ന കാര്യം, അത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അല്ലെങ്കിൽ പിന്നെ അത്ര വറീഡ് ആണെങ്കിൽ ഏജ് മാറ്റർ ചെയ്യുമോ? ബിക്കോസ് മന്നയ്ക്കൊക്കെ പെട്ടെന്നാണ് അതിനുള്ള റിസൾട്ടൊക്കെ കിട്ടുന്നത്. ഞാൻ എപ്പോഴും അതാണ് എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. എനിക്കൊക്കെ ആണെങ്കിൽ കുറേ സമയം എടുക്കും. അതൊരു മരുന്ന് തന്നെ കഴിച്ചാലേ മാറുള്ളൂ. ഈ ഫുഡിൽ കൂടെ ഞാൻ എപ്പോഴും ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ കാരണം ഞാൻ ഓർക്കും ഇനി ഒന്നും ശരിയാക്കാനല്ല. കാരണം എല്ലാ നേരവും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പം ഇനി കുറവ് വരാണെങ്കിൽ ഇനി മരുന്നിൽ കൂടെ തന്നെ എൻ്റെ ഏജ് ഗ്രൂപ്പിന്. See, age is a factor for healing, not only skin, any disease. അപ്പം ഏജിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ആണുങ്ങളിൽ വരുന്ന ഹെയർ ലോസ്, ആൻഡ്രോജനിക് അലോപേഷ്യ അല്ലെങ്കിൽ കഷണ്ടി വരുന്നത് ഒരു ഏജ് കഴിയുമ്പോഴുള്ളത്. അല്ല, അത് ചോദിക്കില്ലാതെ എനിക്കുണ്ട്. അപ്പം അത് ഒരു ഏജിലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 12 വയസ്സോ ഒരു 14 വയസ്സുള്ള ഒരു ആൺകുച്ചിന് അത് വരത്തില്ല. അതേസമയം ഒരു 25+ അല്ലെങ്കിൽ ഒരു 30+, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏജ് ഗ്രൂപ്പ് കഴിയുമ്പോൾ അങ്ങനെയുള്ള ഹെയർ ലോസ് വരും. ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ജോർജിക്കൊക്കെ ചാൻസ് ഉണ്ടല്ലോ ഇത് വരാനായിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലെ ടാബ്ലറ്റ്സ് ഒക്കെ ഈ മുടി പോണതും മരണമൊക്കെ അല്ല, അത് ഈ ജിജോ ചോദിക്കുന്നത് ഈ ആൻഡ്രോജനിക് അലോപേഷ്യയെ പറ്റി, അതായത് ആണുങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ കഷണ്ടീനെ പറ്റിയാണ് ചോദിക്കുന്നത്.
അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, അത് ട്രീറ്റ് ചെയ്യാം. അത് സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗ്രേഡ്. ഞാൻ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ what I'm saying is മറ്റേ ആ ഹെയർ ഗ്രാഫ്റ്റിംഗ് അതല്ലാണ്ട് ട്രീറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ? അതാ ഞാൻ പറഞ്ഞത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗ്രേഡ്. അതായത് ആൻഡ്രോജനിക് അലോപേഷ്യ പല ഗ്രേഡ്സ് ഉണ്ട്, ഗ്രേഡ് 1, 2 അങ്ങനെ. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ആദ്യത്തെ ഗ്രേഡ്സിലേക്കാണെങ്കിൽ നമുക്ക് മിനോക്സിൽ ഓരോ മരുന്ന്, മിനോക്സിൽ എന്ന് പറഞ്ഞാൽ ലോഷൻ ഉണ്ട്, അതാണ് അപ്ലൈ ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ പിന്നെ PRP എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. PRP പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. അത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഒരു ഘടകമാണ്. അത് എടുത്തിട്ട് അത് തന്നെ നമ്മുടെ തലയിൽ ഇഞ്ചെക്ട് ചെയ്യും. സോ ബേസിക്കലി അതിനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. PRP എല്ലാ ഹെയർ ലോഷനും ഫ്രണ്ട്സ് ഒക്കെ അത് ചെയ്യുന്നുണ്ട്. PRP അപ്പോൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്താണ് വരുന്നത്. കോസ്മെറ്റോളജിയും ഡെർമറ്റോളജിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. കോസ്മെറ്റോളജി ആൾക്കാർ they are trained more in cosmetic side of the skin problems. അപ്പം അവർക്ക് ഒരു കൂടുതലും ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്താണ് രണ്ടുപേരും ചെയ്യും, ഈവൻ പ്ലാസ്റ്റിക് സർജൻസും ചെയ്യും. PRP ഈ ഹെയർ ട്രീറ്റ്മെന്റ് മാത്രമാണോ? സ്കിന്നിനും ഞാൻ കേട്ടിട്ടുണ്ട്. സ്കിന്നിൽ ഇഞ്ചെക്ട് ചെയ്യുന്നവരുണ്ട് ഫേഷ്യൽ റിജുവിനേഷന് വേണ്ടി. ചില അൾസേഴ്സ്, ഫോർ എക്സാമ്പിൾ കാല് നോൺ ഹീലിംഗ് അൾസേഴ്സ്, കാല് വരുന്ന മുറിവുകൾ ഉണങ്ങാൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ PRPയുടെ ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ അതിനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ, അതാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഡെർമറ്റോളജി ചെയ്യുന്നത് ഹെയർ ലോസിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് എഫക്റ്റീവ് ആണ് PRP ആണ്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് തീർന്നു കേട്ടോ. കാരണം ഈ PRP ഈവൻ മന്ന ഞങ്ങളുടെ ക്യാമറമാൻ എപ്പോഴും തീരുമാനിക്കണ കാര്യം ചെയ്യണോ വേണ്ടോന്ന്. അപ്പോൾ PRP ഒരു ഓപ്ഷനാണ് അല്ലേ ഹെയർ ലോസിന്? PRP ഹെയർ ലോസിന് ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ജിജു ചോദിച്ച മിനോക്സിൽ, അതായത് ഏറ്റവും ആദ്യം ചെയ്യുന്നതാണ് ലോഷൻ, അപ്ലൈ ചെയ്യുന്ന ലോഷൻ. അത് ടു ആൻ എക്സ്റ്റെന്റ് എഫക്റ്റീവ് ആണ്. ഞാൻ തേച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവോ? ഈവൻ ജോർജിക്ക് വരാതിരിക്കാൻ വല്ല വഴിയുണ്ടോ? അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. വരാതിരിക്കാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. വരാതിരിക്കാൻ നമ്മൾ അല്ല, മുടി പോയി തുടങ്ങുമ്പോഴോ, കാരണം എൻ്റെ ഒരു കസിൻ മുടി പോയി തുടങ്ങിയപ്പോൾ തന്നെ ആൾ എന്ത് ചെയ്യും, പറ്റ വെട്ടി വെക്കും. ഇപ്പോഴും ആൾക്ക് ആ പറ്റ മുടിയുണ്ട്. ഇങ്ങനെ അത് ആള് പറയണ ആൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആൾക്ക് ഫുൾ കഷണ്ടി വരാത്തത്. ബാക്കി എല്ലാവരും കഷണ്ടി, ആളുടെ ബ്രദേഴ്സൊക്കെ. ബട്ട് എനിക്കും തോന്നി അത് കറക്റ്റായിട്ട്. കാരണം ഞാനും മുടി ഇപ്പം ഒരു പരിധി കൂടുതൽ ലെങ്ത് ഉള്ള സമയത്ത് ഞാൻ പോയി കട്ട് ചെയ്യും. അപ്പോൾ ഹെയർ ലോസിന് കുറവ് വരാറുണ്ട്. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാട്ടോ, എനിക്ക് തോന്നിയ കാര്യം. അതിനെപ്പറ്റി നമുക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ, നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ പ്രിക്കോഷണറി മെഷേഴ്സിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ പറഞ്ഞു കേട്ടിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഹെയർ വാഷ് ചെയ്യുന്നത്, എസ്പെഷ്യലി ലേഡീസ് ഡെയിലി വാഷ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പം മേ ബി ട്വൈസ് എ വീക്ക് ത്രൈസ് എ വീക്ക് മതി എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഞാൻ ബുക്കിൽ പഠിച്ച കഴിക്കുന്നല്ല, കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. എപ്പോഴും നോക്കിയാലും മുടി വാഷ് ചെയ്യായിരുന്നു. ബട്ട് വാഷ് ചെയ്യാത്ത ഫ്രണ്ട്സിന് മുടിയുണ്ട് ഇതിലും കൂടുതൽ. അപ്പം അത് ഒരു പ്രിക്കോഷണറി മെഷറായിട്ട് വേണമെങ്കിൽ നോക്കാം. പക്ഷെ അത് ആണുങ്ങളുടെ ടൈപ്പ് ഓഫ് ഹെയർ ലോസിനല്ല, മെയിൻലി ലേഡീസിന്റെ ഹെയർ ലോസ്. പിന്നെ ഈ താടിയിൽ ഞാൻ പറഞ്ഞ എപ്പോഴും നോക്കിയാലും ഞാൻ പറഞ്ഞ ഭയങ്കര ഇച്ചിങ്ങും ഒരു ഫ്ലേക്കിംഗ് പോലെ വരുന്നുണ്ട്. അത് എന്താ ഫുഡിന്റെ ഒരു മരുന്ന് തന്ന ഡോക്ടർ ബിഫോർ ആളൊരു മരുന്ന് തന്നായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും തേക്കലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ഒരു 4-5 ദിവസം അടുപ്പിച്ച് തേക്കാണ്ടിരുന്ന വീണ്ടും. സോ അപ്പോൾ ജിജു പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഡാൻഡ്രഫിനെ കുറിച്ചാണ്. അപ്പം അത് യൂഷ്വലി അത് വരുന്ന ഏരിയാസ് ഒന്ന് ഹെയർ ബെയറിങ് ഏരിയാസ് ആണ്. മെയിൻലി സ്കാൽപ്പ്, അതായത് തലയിൽ, ബിയേർഡ് ഏരിയ, സൈഡ് ഓഫ് ദ നോസ്, ഐബ്രോസ്, ചെവിയുടെ പുറകിൽ, ചെസ്റ്റിൻ്റെ അവിടെ, ഇവിടെ ഇത്രയും ഭാഗത്താണ് അത് വരുന്നത്. അപ്പം അത് നമ്മളെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് ഡാൻഡ്രഫ് ആകാം, അല്ലെങ്കിൽ ഡാൻഡ്രഫ് പോലെ തന്നെ ഇരിക്കുന്ന സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, വിച്ച് ഇസ് നോട്ട് റെയർ ബട്ട് നോട്ട് വെരി കോമൺ. അപ്പം അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് ചിലർക്ക് തലയിൽ മാത്രമാണെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കിൻ പോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ്, ഫോർ എക്സാമ്പിൾ സ്കിൻ ഡ്രൈ ആകുന്ന പോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ്. അപ്പം ഇത് മൂന്ന് എൻറ്റിറ്റിയാണ്. അപ്പോൾ അതാണ് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ സ്കിൻ പൊതുവേ ഡ്രൈ ആണ്. പിന്നെ എനിക്ക് ആ തലയിൽ എനിക്കിപ്പോൾ ഈ താടി കുറച്ച് ദിവസം അടുപ്പിച്ച, അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് മോയ്സ്ചറൈസർ ഇട്ടാലും എനിക്ക് ഇത് വരും, ആ ഒരു ഫ്ലേക്ക് ഇതുപോലെ. ഈ മൂക്കിന്റെ സൈഡില് ആണുങ്ങൾക്കാണ് എനിക്ക് കൂടുതൽ തോന്നി. ഇവൻ ജിജോന് പിന്നെ ജെറിക്കുണ്ട് ഈ ഡാൻഡ്രഫിന് ഇഷ്യൂ. അങ്ങനെയാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. എനിക്ക് അങ്ങനെയില്ല. ജിജോയുടെ കൂടെ സെയിം ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടും എനിക്ക് ഡാൻഡ്രഫ് ഇല്ല. അപ്പം മന്നയുടെ സ്കിന്നും അപ്പയുടെ സ്കിന്നും ഏകദേശം ഒരേപോലത്തെയാ. അപ്പൊ അതും ജിജോ പറഞ്ഞ കംപ്ലൈന്റ് യൂഷ്വലി ആണുങ്ങളിലാണ് കാണുന്നത്.
ഇത് അപ്പം അത് ഇപ്പോൾ ജിജോ പറഞ്ഞ പോലെ യൂസ് ചെയ്യേണ്ടതെന്ന് 2 വീക്സിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ശരിയാണ്. അത് യൂഷ്വലി നമ്മൾ ഇച്ചിരി സിവിയർ ഡാൻഡ്രഫ് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് വരുമ്പോൾ ഒരു മൈൽഡ് സ്റ്റീറോയിഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ കുറേ നാൾ യൂസ് ചെയ്യില്ലെന്ന് പറയുന്നത്. അത് ഒരു മേ ബി 1 വീക്ക് 2 വീക്സ് ഡിപ്പെൻഡിങ് അപ്പോൾ സിവിയറിറ്റി. അപ്പം അത് നിർത്തി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഉടനെ വരണമെന്നില്ല, പക്ഷെ വരാം എപ്പോഴെങ്കിലും. അപ്പോൾ സോ അതിനൊരു പ്രിക്കോഷൻ മെഷറായിട്ട് ഓൾവേസ് കീപ് യുവർ സ്കിൻ മോയിസ്റ്റ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് മോയ്സ്ചറൈസർ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ ഒരളവ് വരെ ടു ആൻ എക്സ്റ്റെന്റ് യു ക്യാൻ. മോയ്സ്ചറൈസർ അങ്ങനെ നല്ലതൊന്നുമില്ല. ഐഡിയലി ഇറ്റ് ഷുഡ് ബി കളർലെസ്, ഓഡർലെസ് ആൻഡ് വാട്ടർ റെസ്റ്റിനില്ല, കളർലെസ് ആൻഡ് ഓഡർലെസ്, അത്രേ ഉള്ളൂ. മോയ്സ്ചറൈസറിന്റെ ഇമ്പോർട്ടൻറ്റ് ഞാനങ്ങനെ എനിക്കങ്ങനെ ബ്രാൻഡ് പേര് എനിക്ക് ഓൺ സ്ക്രീൻ പറയാൻ പറ്റത്തില്ല. ബട്ട് എനിക്ക് പ്രിഫർ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ബട്ട് ഐഡിയലി മോയ്സ്ചറൈസർ ഏതും നല്ല മിക്കതും വലിയ കുഴപ്പമില്ല. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചെങ്കിലും ഭേദമായത് സ്കിൻ. അത് ശരിക്കും എനിക്ക് ഭയങ്കര ശരിക്കും ഉണ്ട്. ശരിക്കും ഒരു 5 ആഫ്റ്റർ 30s ആണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിനേക്കാളും മുമ്പ് ഇതിലും പൊട്ട സ്കിൻ ആയിരുന്നു. അത് കാരണം ഞാൻ ഭയങ്കര റെസ്പെക്ട് ആണ് മോയ്സ്ചറൈസർ. എസ്പെഷ്യലി ഒരു ഏജ് കഴിയുമ്പോൾ റെഗുലർ മോയ്സ്ചറൈസിങ് ഇസ് ഗുഡ്. സോ ദ ക്വാണ്ടിറ്റി അല്ല ഇമ്പോർട്ടൻറ്റ്, ഫ്രീക്വൻസി, അതായത് നമ്പർ ഓഫ് ടൈംസ് കൂട്ടിക്കൊണ്ടിരിക്കണം. അത് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ അത്ര എളുപ്പമല്ലായിരിക്കും. ബട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് അതിന്റെ റിസൾട്ട് നന്നായിട്ട് അറിയാം. നമ്മുടെ വെതറിൽ, കേരളത്തിലെ വെതറിൽ അത്രയും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും. ബട്ട് ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ പുറത്ത് പോകുന്നവർ അല്ലെങ്കിൽ കുറച്ചുകൂടെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് മോയ്സ്ചറൈസേഷൻ കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുന്നതാണ് നല്ലത്. പോമഗ്രാനൈറ്റ് ജ്യൂസാണ്. ഇതൊക്കെയാണ് ഞാൻ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ. എനിക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് വരുമ്പോൾ ജിഞ്ചർ ഉണ്ട്, മിൻറ്റ് ലീവ്സ്, ഹണി ആൻഡ് സ്ട്രോബെറി. നെക്സ്റ്റ് ഒരു മെയിൻ ഇഷ്യൂ കേട്ടോ, എൻ്റെ മമ്മിക്കുണ്ട്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനുണ്ട്. ഈ ഒരു ഭാഗം ഫുള്ള്, ഐ മീൻ ജിജോയുടെ ഫ്രണ്ടിനും ഉണ്ട്, പേര് പറയാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഭയങ്കര ഡാർക്കനിങ്, ഈ ഭാഗത്ത് ഒരു കറുത്ത കുത്തുകൾ പോലെയാണ് മൊത്തം. നെറ്റിയിലുണ്ട്, ചില ഭാഗത്താണ്. എന്നിട്ട് അത് വെയിലത്ത് പോയി തിരിച്ചു വരുമ്പോൾ കൂടും. കുറേ നാളായിട്ടുണ്ട്. അത് ഈ ഫേഷ്യൽ പിഗ്മെൻറ്റേഷൻ, അത് മുഖത്ത് വരുന്ന പിഗ്മെൻറ്റേഷൻ ഒരു ഭയങ്കര ബ്രോഡ് സബ്ജക്റ്റാണ്. ബിക്കോസ് മുഖത്ത് കുറേ കാരണം കൊണ്ടും പിഗ്മെൻറ്റേഷൻ വരാം. ഏറ്റവും കോമൺ ആയിട്ട് ലേഡീസിലാണ് കാണുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ലേഡീസിലാണ് കാണുന്നത്, പക്ഷേ ആണുങ്ങളിലും കാണാം. അത് ഈ പറഞ്ഞ പോലെ ഈ മുഖത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു ഏജ് കഴിയുമ്പം മേ ബി ഒരു 50-55+ ആൾക്കാർക്ക് വരുന്ന, അല്ല ഞാൻ പറഞ്ഞു വന്നത് പിഗ്മെൻറ്റേഷൻ ഒരു ബ്രോഡ് സബ്ജക്റ്റാണ്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നതാണ് ഞാൻ ഈ മെലാസ്മ അല്ലെങ്കിൽ മലയാളത്തിൽ കരിമംഗലം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വരുന്നത്. അത് വെയിലത്ത് പോകുമ്പോൾ കൂടുതലല്ല, പക്ഷേ സൺസ്ക്രീൻ ഉപയോഗിച്ച ഒരളവ് വരെ നമുക്കത് അതിൻ്റെ പ്രോഗ്രഷൻ തടയാം. അതായത് മുമ്പ് കൂടുതൽ വരത്തില്ല. ഈ സൺസ്ക്രീൻ ആണെങ്കിലും നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്യണം? 2 മണിക്കൂർ ഇടവിട്ട് അങ്ങനെ? ഐഡിയലി 3 times a day. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് 7 AM, 11 AM, 2 PM. അപ്പം നമ്മൾ പുറത്തിറങ്ങുന്നതിൻ്റെ 1/2 മണി. 7 AM എന്ന് പറയുന്ന ആൾക്കാർ 8 മണിക്ക് ജോലിക്ക് പോകുന്നുള്ള വിചാരത്തിലാണ്. അപ്പം ഒരു 7 മണിയാകുമ്പം ഒരു അപ്ലൈ ചെയ്യുക, ഒരു 11 o'clock ആകുമ്പം പറ്റുമെങ്കിൽ വീണ്ടും ചെയ്യുക, പിന്നെ ഒരു 2 o'clock. പക്ഷേ അത് കഴിഞ്ഞിട്ട്, അതായത് 3:34 ആ സമയത്തൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് എന്നിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ചിലപ്പോൾ ചോദ്യം ചിലപ്പോൾ ഇത്തിരി പൊട്ടയെ പോകും. ഈവൻ ലൈറ്റ്സ് വരെ നമ്മളെ എഫക്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം. വീട്ടിലിരിക്കുന്നവരും ഉപയോഗിച്ചാൽ നല്ലതാണ്. ബിക്കോസ് UVA, UVB ആൻഡ് ഇൻഫ്രാറെഡ് റേസ് ഇത്രയാണ് അപ്പം നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പം ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് ആൾക്കാരും അങ്ങനെയുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുക്കിങ്ങും ഈ ഗട്ട് ഹെൽത്ത് ഈ സ്കിന്നിൻ്റെ ഇത് ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ നേരത്തെ ആ ഫ്ലേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഗട്ട് ഹെൽത്ത് അല്ല, ഫോർ എക്സാമ്പിൾ ഡ്രൈ സ്കിൻ, ജിജു നേരത്തെ ചോദിച്ച ഡ്രൈ സ്കിൻ, ആൽക്കഹോൾ ഫോർ എക്സാമ്പിൾ എടുത്ത ആൽക്കഹോൾ ഡീഹൈഡ്രേറ്റ് ബോഡി ഡ്രൈ ആക്കും. അപ്പം അല്ല ഡീഹൈഡ്രേറ്റ് ബോഡി, സോ സ്കിൻ ഡ്രൈ ആവും. അങ്ങനെ ചില ഫുഡ് സബ്സ്റ്റൻസസ് ക്യാൻ ട്രിഗർ സർട്ടൻ ഡിസീസസ്. അത് കുറച്ച് ഇതാണ്. അപ്പം സോ ഗട്ട് ഹെൽത്ത് ഓർ ഫുഡ് you take is also very important. Okay. അല്ല, what kind of food actually affects ഈ ഇതുപോലെ? കാരണം ഞാൻ നേരത്തെ ഈ ഒരു ഇഷ്യൂ ആയിട്ട് നേരത്തെ ഇവിടുത്തെ ഡോക്ടറിനോട് പുള്ളിക്കാരത്തി പറഞ്ഞ പ്രോൺസും ചിക്കനും, പ്രോൺസ്, ചിക്കൻ ആൻഡ് ഓയിലി ഫുഡ് ബേസിക്കലി അതാ സോ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ദ സ്കിൻ പ്രോബ്ലം യു ഹാവ്. അപ്പം ഫോർ എക്സാമ്പിൾ കോമൺ ആയിട്ട് വരുന്ന ഒരു ഏർട്ടിക്കേരിയ, ചൊറിച്ചിലുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്ന കുറച്ച് ഹൈ ഹിസ്റ്റമിൻ പറഞ്ഞാൽ ഹൈ ഹിസ്റ്റമിൻ കണ്ടെയ്നിങ് ഫുഡ്സ്. അപ്പോൾ സോ ഡിപ്പെൻഡ് ചെയ്യപ്പോൾ അതിനകത്തൊക്കെ പ്രോൺസ് ഒക്കെ പെടും.
അപ്പോൾ അങ്ങനെ സോ ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് സ്കിൻ കണ്ടീഷൻ യു ഹാവ് വി അഡ്വൈസ് ഐഡിയലി ഞാൻ അങ്ങനെ ആധികാരികമായിട്ട് ഡയറ്റിൽ സംസാരിക്കാൻ എനിക്കറിയത്തില്ല സോ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ബട്ട് ഓൾവേസ് വെൻ യു നീഡ് ആൻ ഒപ്പീനിയൻ യു സെൻഡ് ഇറ്റ് ടു ദ ഡയറ്റീഷ്യൻ സോ ഡയറ്റീഷ്യൻ അസസ് ചെയ്ത് അപ്പോൾ നമ്മൾ പറയും ഇതാണ് പ്രോബ്ലം ഇതിനുള്ള ഡയറ്റ് അസസ് ചെയ്യുമ്പോൾ അവരാണ് കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ ഈ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതും അതും ഇതുപോലെ അതും കുറേ പേർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഇഷ്യൂ കാരണം എല്ലാവരും ഡൈ യൂസ് ചെയ്ത് നിർത്തി. ഞാൻ പക്ഷേ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രം പേടിച്ചിട്ട് ഞാൻ ഈ അരികിൽ മാത്രം ഗ്രേ ഹെയർ കവർ ചെയ്യും. അപ്പോൾ അത് സ്കിന്നിനെ കുറേ നാളുകൊണ്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഹെയർ ഡൈ ഒരു കോമൺ ആയിട്ട് സ്കിന്നിൽ അലർജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഹെയർ ഡൈ എന്നാൽ എല്ലാവർക്കും അത് ഡൈ അലർജി വരണം നിർബന്ധമില്ല. ഡൈക്കകത്ത് ഒരു കണ്ടന്റ് ഉണ്ട് PPD എന്ന് പറഞ്ഞത്. അതാണ് യൂഷ്വലായിട്ട് അലർജി ഉണ്ടാകുന്നത്. പക്ഷേ അലർജി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇവിടെയൊക്കെ ചൊറിഞ്ഞു പൊട്ടും, അപ്പം തന്നെ അലർജി വരും. മോസ്റ്റ് കോമൺ ആയിട്ട് അങ്ങനെ വരും. അല്ല ഇത് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ആൻറ്റിക്കൊക്കെ അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ്, അല്ലാതെ അപ്പം തന്നെ അവർക്ക് അലർജി ആയിട്ടല്ല വരുന്നത്. ഈ കറുത്ത ഷെയ്ഡായിട്ട് ഇങ്ങനെ വന്നു മൊത്തം. അപ്പോൾ അത് ഹെയർ ഡൈ അലർജി 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇറിറ്റന്റ് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പം തന്നെ ചൊറിഞ്ഞു പൊട്ടി വീഴും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. അപ്പോൾ അത് കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത് ഡൈ ഉപയോഗിക്കും ആദ്യം 2 തവണയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. വീണ്ടും ആ ഡയോഡ് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോഴാണ് വരുന്നത്. അത് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതായത് എന്താണോ നമുക്ക് അലർജി ഉള്ള സാധനം നമ്മുടെ ബോഡിയായിട്ട് കോൺടാക്ട് വീണ്ടും വരുമ്പം ഉണ്ടാകുന്ന അലർജിയാണ്. അതും രണ്ടാമത്തെ ടൈപ്പ്. ഇനി നീതു പറഞ്ഞ പോലെ ഫുൾ പിഗ്മെൻറ്റേഷൻ വരുന്നത് ഇറ്റ് ഇസ് നോട്ട് എൻ അലർജി, പക്ഷേ ഡൈ ഉപയോഗിക്കുന്ന കാരണം വരുന്ന ഒരു അസുഖമാണ് പിഗ്മെന്റഡ് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്. നമ്മളിപ്പോൾ ഒരു ഇഷ്യൂ ഇല്ലാത്ത ആളും ഡൈ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കുറേ നാൾ കഴിയുമ്പോൾ വരും. ഇല്ല നിർബന്ധമൊന്നുമില്ല. പക്ഷേ അലർജി ടെൻഡൻസി കുറേ പേർക്ക് ഡൈയോട് അലർജി ഉണ്ട്. കുറേ പേര് നമുക്ക് കണ്ടാൽ പേടി വരുന്ന പോലെയാണ് മുഖമാവുന്നത്. അത് ഡൈയിൽ നിന്നാണെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ കളർ അങ്ങോട്ട് ഇങ്ങനെ ഡള്ളായ പോലെ. അപ്പം അതാണ് ഈ ഹെയർ ഡൈ അലർജി ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വലിയ പാടാണ്. ബിക്കോസ് നമ്മൾ പറയും ഇത് ഡൈ അലർജി, അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് അവർ പറയും ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ബട്ട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു കൺവിൻസ് ദ പേഷ്യൻറ്റ്. പക്ഷേ ഒന്ന് നമ്മൾ ഇരുന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് അവരോട് നിങ്ങൾക്ക് എത്ര നിർബന്ധമാണെങ്കിൽ രണ്ടാമത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഫോർ എക്സാമ്പിൾ സെൻസിറ്റീവ് ഏരിയസ് കയ്യിൽ അല്ലെങ്കിൽ ചെവിയുടെ പുറകിൽ ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷെ അപ്പൊ തന്നെ വരുന്ന അലർജി ഇത് ഞാൻ അതല്ല പറയണേ. ഈ കുറെ നാളായിട്ട് വരുന്ന, കുറെ നാൾ യൂസ് ചെയ്തിട്ട് പിന്നെ വരുന്ന ഒരു റിയാക്ഷൻ അതും വരും. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ റിയാക്ഷൻ വന്ന ആൾക്ക് ആ ഡൈ അലർജി ട്രീറ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത് നമ്മൾ ഹെയർ ഡൈ അപ്ലൈ ചെയ്താൽ അതുപോലെ തന്നെ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ വരും. അപ്പം അത് എല്ലാവർക്കും വരണം നിർബന്ധമില്ല. ഹെയർ ഡൈ കുറച്ച് പേർക്ക് അലർജി ഉണ്ട്, അതാണ് കുറച്ച് പേർക്ക് ഒരു കുഴപ്പമില്ല. ഹെയർ ഡൈ അലർജി ഉള്ള ആൾക്കാർക്ക് ഫാർമസിയിൽ അവൈലബിൾ ആണ് PPD ഹെയർ ഡൈസ്, അല്ലെങ്കിൽ അമോണിയ ഫ്രീ PPD ഹെയർ ഡൈസ് ഉണ്ട്. അത് ഉപയോഗിച്ചാൽ മതി. ഏതെങ്കിലും ഉണ്ടോ ഈപ്പൻ സജസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് ബ്രാൻഡ് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ എനിക്കൊന്ന് എഴുതി തരണേ. അല്ല, അത് അലർജി ഉണ്ടെങ്കിൽ മാത്രം. അലർജി ഇല്ല, പക്ഷെ ഈ പറയുന്ന പോലെ കുറെ നാളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുവാണ്ടിരിക്കാൻ പ്രിക്കോഷൻ എടുക്കണല്ലേ. ഇല്ല, അങ്ങനെ പറയണം നിർബന്ധമില്ല. ചിലപ്പോൾ നീത്തുവിന് ജീവിതകാലത്തിൽ മൊത്തം ഡൈക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. ഞാനിത് പേടിച്ചിട്ട് ഞാൻ ഇവിടെ മാത്രമേ ഇടുള്ളൂ, ബാക്കിയൊക്കെ നിറച്ചിരുന്നാലും കുഴപ്പമില്ലെന്ന് ഓർക്കും. എനിക്ക് അത്രയും പേടിയാ. അല്ല, അങ്ങനെ ഇപ്പം അത്ര പ്രിക്കോഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഹെയർ ഡൈ അലർജി പാച്ച് ടെസ്റ്റ്, സ്കിൻ ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ പുറത്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഹെയർ ഡൈ അലർജി ഉണ്ടോ ഇല്ലയോ എന്ന്. അലർജി വരാതെ തന്നെ പറയാൻ പറ്റും. എനിക്ക് അലർജി ഹെയർ ഡൈ അലർജി ഉള്ള ആളാണോ അല്ലയോ എന്ന് പാച്ച് ടെസ്റ്റ്. ഇതൊക്കെ ഈപ്പന്റെ ഹോസ്പിറ്റലിൽ അത് എനിക്ക് ചിലപ്പോ വേണ്ടി വരും. അല്ല, അത് അത്രയും പേടിയുള്ള ആൾക്കാർക്ക്. അതെനിക്ക് പേടിയായിട്ട് ശരിക്കും ഞാൻ ഇത് എന്റെ വീഡിയോസിലൊക്കെ പറയണ, ഡൈ ചെയ്യാതെ ഈ മറ്റേ പെൻസിലൊക്കെ യൂസ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അത് ഞാൻ എന്റെ വീഡിയോസിലും പറയണ ഒരു കാര്യമാണ്, ഡൈ യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇതാ ചെയ്യണതെന്ന്. അപ്പൊ ഇതുപോലെ അറിയാൻ പറ്റിയ നല്ലതാണല്ലോ. അറിയണമെന്നുണ്ടെങ്കിൽ അതാണ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ഫൈൻഡിങ് ഇറ്റ് ഔട്ട്. പാച്ച് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് ഹെയർ ഡൈ പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പം ഡൈ മാത്രമായിരിക്കത്തില്ല, അതിനകത്ത് ചെയ്യുമ്പോൾ ഒരു പാനലുണ്ട്, 10-20 അലർജൻസ് നമ്മുടെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ അതാണ് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ടെസ്റ്റ്. താങ്ക് യു. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നെക്സ്റ്റ് പിമ്പിൾസ്. ഇതിപ്പം മന്നയ്ക്ക് വേണ്ടി ചോദിക്കണുണ്ട്. ഒരിടയ്ക്ക് അവൾക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു എപ്പോഴും ഹോസ്റ്റലിൽ നിന്നിരുന്നപ്പോൾ. ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ കൂടെയാണല്ലോ, അപ്പം ഭക്ഷണമൊക്കെ നല്ല നല്ല എന്താ പറയുക വെജിറ്റബിൾസും എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം സ്കിന്ന്
എക്സ്ട്രാ ഗ്ലോ ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. മന്ന സ്കിൻ കെയർ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അത് അവളുടെ സ്കിന്നിലാണ് എനിക്ക് അത്രയും മാറ്റം വരുന്നത്. കാരണം ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഡ്രൈയും നിറച്ച് കുരുവും. അപ്പോൾ ഇവിടെ വന്ന് ഒരു 2 വീക്സ് കഴിയുമ്പോൾ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് നന്നാവും. അപ്പോൾ പിമ്പിൾസ് വരുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ടീനേജേഴ്സ് അത് വരും. പിന്നെ വരുന്നത് കുറച്ചുകൂടെ അഡോളസൻ്റ് അല്ല, കുറച്ചുകൂടെ പ്രായം മേ ബി ഒരു 30s ഒക്കെ കഴിയുമ്പോഴും വരും. അത് രണ്ട് കാരണമാണ്. ടീനേജേഴ്സിൽ വരുന്നത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. അപ്പോൾ അതിന് ഫുഡിന് ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഹെൽത്തി ഫുഡായിട്ട് ബന്ധമൊന്നുമില്ല. ബേസിക്കലി ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ്. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് കുറയും. അങ്ങനെയുള്ള ഫുഡ് സബ്സ്റ്റൻസ് ആണ് മോക്കുരു ഉള്ളവർ അവോയ്ഡ് ചെയ്യേണ്ടത്. അതൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഏറ്റവും നല്ല ഗൂഗിൾ ചെയ്യുന്നുള്ള അതുതന്നെ ലിസ്റ്റ്. ഫോർ എക്സാമ്പിൾ മധുരമുള്ള സാധനങ്ങൾ, കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ഫുഡ്, വറുത്തത്, പൊരിച്ചത്, അങ്ങനത്തെ. അത് ശരിയാ, കാരണം ചെന്നൈയിൽ അതൊക്കെ ആയിരിക്കും കഴിച്ചിരുന്നത്. ബിക്കോസ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴും അല്ലെങ്കിൽ പുറത്ത് താമസിക്കുമ്പോഴും എല്ലാവരും നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഫോർ എക്സാമ്പിൾ ബേക്കറി പോയി കഴിക്കുക അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യും, അതേ നടക്കുള്ളൂ. അപ്പം മോക്കുരു ഉള്ളവർ നോൺ മെഡിക്കൽ, അതായത് ഫുഡിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അത് ചെയ്താൽ തന്നെ കുറേ വ്യത്യാസം വരും. അത് മോക്കുരിന് മാത്രമല്ല, ഓവറോൾ ഹെൽത്തിന് നല്ലതാണ്. മന്നയുടെ സ്കിന്നിൽ നിന്ന് എനിക്കത് ഭയങ്കരമായിട്ട് നേരിട്ട് എനിക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കി അതിൻ്റെ ലിസ്റ്റ് കിട്ടും. നമ്മൾ ഡെയിലി കഴിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത്. കാർബോഹൈഡ്രേറ്റ്സ്, റൈസ്, ബ്രെഡ്, പിന്നെ ഈ പഞ്ചസാര, അതെല്ലാം ചോക്ലേറ്റ്സ് കട്ട് ചെയ്യുക, കുറയ്ക്കാം. ദാറ്റ് ഈസ് പിന്നെ ഫുഡ് എങ്ങനെയാണ് മോക്കുരിന്. അല്ലാതെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് മോക്കുരിന്, ഓയിൻമെൻറ്റ്സ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, കെമിക്കൽ പീലിംഗ് ഉണ്ട്. അത് എഫക്റ്റീവ് ആണ്. അതെ, അത് ഡിപ്പെൻഡ് ചെയ്യപ്പോൾ ദ ഗ്രേഡ് ഓഫ് ആക്നെ, അതായത് ചെറിയതാണോ വലുതാണോ നോക്കിയിട്ട് നമ്മൾ കെമിക്കൽ പീലിംഗ്. ഇതെല്ലാം ഈ ഡെർമറ്റോളജിസ്റ്റ് ഈപ്പന്റെ ഹോസ്പിറ്റലിൽ കെമിക്കൽ പീലിംഗും അതെല്ലാം ഞങ്ങൾ ഇപ്പൊ എന്റെ ഏജിലൊക്കെ എഫക്റ്റീവ് ആയിരിക്കും കെമിക്കൽ പീലിംഗ് ചെയ്ത്. എനിക്ക് കുരു ഒന്നുമില്ല, ബട്ട് ഈ കെമിക്കൽ പീലിംഗ് എനിക്ക് കുറച്ചും കൂടി സ്കിൻ ബെറ്റർ ആവാനായിട്ട് അത് നല്ലതായിരിക്കും. കുറെ പേര് ചെയ്യുന്നവരുണ്ട്, എസ്പെഷ്യലി ഈ ഒരു ഏജ്. ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഐ മീൻ ഒരു ഏജ് കഴിയുമ്പോൾ കെമിക്കൽ പീലിംഗ് ചെയ്താൽ കുറെ ഡിഫറൻസ് വരും. സോ യു ഹാവ് ടു ചൂസ് ദ കെമിക്കൽ പീലിംഗ് അക്കോർഡിംഗ് ടു ദ സ്കിൻ പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ മോക്കുരു ഉള്ളവർക്കുള്ള കെമിക്കൽ പീലല്ല നീത്തുന് ചെയ്യേണ്ടോ അല്ലെങ്കിൽ വേറെ. അപ്പോൾ നീത്തുന് ചെയ്യേണ്ടത് വരെ. അപ്പോൾ അല്ലെങ്കിൽ മെലാസ്മ ഉള്ളവർക്ക് ചിലർക്ക് കെമിക്കൽ പീലിംഗ് ട്രൈ ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് കെമിക്കൽ പീലിംഗ് ഉണ്ട്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ what the patient wants, we'll decide which chemical peel to be used. പിന്നെ IV ട്രീറ്റ്മെന്റ്, അതും ഇതിനൊരു ട്രീറ്റ് ചെയ്യണ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. IV ട്രീറ്റ്മെന്റ് ആണ് ആ കൊച്ചിനെ സജസ്റ്റ് ചെയ്തത്. ഈ മെലാസ്മിക് ഗ്ലൂട്ടത്തയോൺ IV ട്രീറ്റ്മെന്റ് ആണ്. എന്തോ IV എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ. അതായത് എന്താന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, ആളുടെയും ഈ കരിമംഗല്യം ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഇരുന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ ഡിമായ പോലെ. അപ്പം എനിക്ക് 100% പറയാൻ പറ്റത്തില്ല നീത്തു എന്തിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ പ്രോബബ്ലി ഗ്ലൂട്ടാത്തയോണിനെ പറ്റി ആയിരിക്കും പറയുന്നത്. ഗ്ലൂട്ടാത്തയോമിനല്ല ആളുടെ ട്രീറ്റ് ചെയ്തത് ഇതുപോലെ ഈ IVയും പിന്നെ ഇഞ്ചക്ഷൻ മുഖത്തൊക്കെ ഇഞ്ചക്ട് ചെയ്തു. ആളുടെ ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് അല്ല, അത് കുറെ കൂടെ ഇങ്ങനെ നമ്മൾ ഒട്ടിയ സ്കിന്നൊക്കെ PRPയുടെ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് അല്ലേ? IV എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസിന് പറയുന്ന ഷോർട്ട് ഫോം ആണ് IV. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആന്റിബയോട്ടിക്സ് IV കൊടുക്കാം, അല്ലെങ്കിൽ IV ഫ്ലൂയിഡ്സ്, ഡയറിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉള്ളവർക്ക് IV കൊടുക്കാം. അതുപോലെ ഗ്ലൂട്ടത്തയോണും IV കൊടുക്കാറുണ്ട്. ഇപ്പൊ എന്റെ ഏജിൽ ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഒരു ഇഷ്യൂ ഇല്ലെങ്കിലും ഇതൊക്കെ എടുക്കണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട കാര്യം. ചിലരിപ്പോൾ ഒന്നും ഇല്ലാത്ത ആൾക്കാരും ഇപ്പൊ ഞാൻ ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ചില ആൾക്കാർ വെറുതെ ഒരു ബ്യൂട്ടി വൈസ് ഈ ഒരു പ്രോബ്ലം ഇല്ലെങ്കിലും അത് ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യം അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. പക്ഷേ എന്നോട് ചോദിച്ചാൽ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ യൂസ് മോയ്സ്ചറൈസർ റെഗുലർലി, ഒരു സൺസ്ക്രീൻ റെഗുലർ, ഹെൽത്തി ഡയറ്റ്, എക്സസൈസ്, ഇതൊക്കെ മതി. ആവശ്യമില്ലാതെ നമ്മൾ പ്രിക്കോഷൻസ് ആയിട്ട് പോയി ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്നോട് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഒരു സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ റെഗുലർ യൂസ് വിത്ത് ഹെൽത്തി ഡയറ്റ് ആൻഡ് എക്സസൈസ് ഷുഡ് ബി മോർ ദാൻ ഇനഫ്. ആൻഡ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടർമാരെ പോയി കാണുക, ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റിന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്റ്റാർട്ടർ സാലഡാണ്.
പൊതുവേ ഡേറ്റ്സ് സ്കിന്നിന് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റാർട്ടറിൽ ഡേറ്റ്സും ടൊമാറ്റോവും ബേസിൽ ലീവ്സ് ഇതെല്ലാം കൂടി ആയിട്ടുള്ളൊരു സാലഡാണ് വിത്ത് ബുറാറ്റ ചീസ്. സെറ്റ് സെർവ് ചെയ്യട്ടെ. ഇത് ബേസ്റ്റ് ചെയ്യണേ ബുറാറ്റ. ഞാൻ ചെയ്യട്ടെ. ചീസാണ് ബുറാറ്റ കസാരോ ക്രീമറിയുടെയാണ്. കസാരോ ക്രീമറി. ഈപ്പൻ ചീസ് ഫാനാണ്, കഴിക്കും. ഇതിൽ ഡേറ്റ്സും ടൊമാറ്റോ, ബാൽസമിക് വിനീഗർ, കുറച്ച് സോൾട്ട്, പിന്നെ ഈ ബുറാറ്റ ഭയങ്കര നല്ലതാട്ടോ അവരുടെ. താങ്ക് യു. ഡേറ്റ്സും ഗ്രീൻ തിങ് ബേസിൽ ലീവ്സ്. ഡേറ്റ്സിന്റെ മധുരമുണ്ട്, ചീസിന്റെ ആ ഇതുമുണ്ട്. താങ്ക് യു. ആദ്യമായിട്ടാണോ? നെക്സ്റ്റ് ഡിഷ് ബീഫ് ആൻഡ് ഓയിസ്റ്റർ സോസ് കേട്ടോ. ബീഫ് ആൻഡ് ഓയിസ്റ്റർ സോസ്. ഇതും എൻ്റെ ഓർഡേഴ്സിലുള്ള. കട്ട് ചെയ്തു. ആ ചീസും ഇതും കൂടി മിക്സ് ചെയ്ത് വെച്ചു ബാലൻസ് ചെയ്യാൻ ഓയിസ്റ്റർ സോസിന്. ഈപ്പൻ ഞാൻ ഈ പേജൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ കുക്കിംഗ് ഒക്കെ തുടങ്ങിയ പിന്നെ ആക്ച്വലി അതിനു മുമ്പ് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ എപ്പോഴും വരുമായിരുന്നു. എനിക്ക് മരുന്നും കഴിക്കുമായിരുന്നു. ബട്ട് ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഫുൾ ടൈം ഇതാണല്ലോ വീഡിയോസിൽ എടുക്കണ കാരണം ഈ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ ഡെഫിഷ്യൻസി ഒന്നും ഇല്ല. അത്രയും മാറ്റം വരും. കാരണം ഒരുമാതിരി എല്ലാവർക്കും ഞാൻ കേട്ടിട്ടുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കര കോമൺ ആണ്. പക്ഷെ ഞാൻ വെയിലൊന്നും കൊള്ളുന്നില്ല. അപ്പം എസ്പെഷ്യലി വീട്ടിനകത്ത് ഇരിക്കുന്നവരും പിന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരും ഡോക്ടേഴ്സ് എല്ലാവരും വിറ്റമിൻ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് കൂടുതലാണ്. അത് ഡയറ്റിൽ കൂടെ മാത്രം ശരിയാക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും അല്ലെങ്കിൽ പിന്നെ അത്രയും വൈറ്റമിൻ ഡി വെയിലുള്ളത് മാത്രമല്ല, ഞാൻ യൂഷ്വലി സപ്ലിമെന്റ്സ് എടുക്കാം. ബിക്കോസ് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഓരോ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ബോൺ ഹെൽത്ത് ഒക്കെ. വൈറ്റമിൻ ഡിയുടെ ക്യാപ്സൂൾസ് മേടിക്കാൻ കിട്ടും. കോളിക്കാൽസിഫ്രോൾ 60,000 അത് വൺസ് എ വീക്ക് ഫോർ 6 weeks ആണ്. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിറ്റമിൻ ഡി കുറവാണെങ്കിൽ നമ്മളിപ്പോ ബാക്കി വിറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നത് അത് നമ്മളെ എഫക്ട് ചെയ്യില്ല. അപ്പൊ വിറ്റമിൻ ഡിയുടെ ലെവല് നമ്മൾ നോർമൽ ആക്കിയിട്ട് വേണം ബാക്കി ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ടേ കാര്യമുള്ളൂ. ബാക്കി മീൻസ് ഈ അങ്ങനെയല്ല, കാൽഷ്യം ആണ് മിക്കവാറും കാൽഷ്യത്തിനെ പറ്റി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. വൈറ്റമിൻ ഡി കാൽഷ്യം ഈക്വൽ ആണ്, എന്നാലേ അബ്സോർപ്ഷൻ കറക്റ്റ് ആവുള്ളൂ. ബാക്കിയുള്ള ടാബ്ലറ്റ്സ് അല്ല വിറ്റമിൻ ഡിയും കാൽഷ്യവും നമ്മൾ ബോഡിയിൽ കറക്റ്റ് ആക്കിയാലേ ബാക്കിയുള്ള മെഡിസിൻസ് നമ്മളെ എഫക്ട് ചെയ്യുള്ളൂ. അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഞാൻ കേട്ടേക്കുന്നതാ. അങ്ങനെ എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടില്ല, എന്റെ അറിവിലില്ല. ബട്ട് വൈറ്റമിൻ ഡിയും കാൽഷ്യം ഈക്വലി ഇമ്പോർട്ടന്റ്. അത് ഈവൻ ഓർണത്തിന്റെ അളവ് കുറഞ്ഞാൽ അതിന്റെ അബ്സോർപ്ഷൻ ബാധിക്കും. വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം രണ്ടും കോറിലേറ്റഡ് ആണ്. ഇപ്പം ഈ പട്ടിനും പൂച്ചനൊക്കെ അധികം ഇത് ഇതാക്കാറില്ലെന്ന് പറഞ്ഞ് ഇടപെടാറില്ലെന്ന് പറഞ്ഞ മെഡിക്കൽ ഇതുകൊണ്ടാണ്? അല്ലല്ല, അതുകൊണ്ടൊന്നല്ല. എനിക്കങ്ങനെ പൊതുവെ വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും എന്റെ വീട്ടിൽ 3 പട്ടിയും എനിക്ക് അറിഞ്ഞൂടെ എത്ര പൂച്ച ഉണ്ടെന്ന്. പൂച്ചയ്ക്കാണ് ഇഷ്ടം? അല്ല, അങ്ങനെ പ്രത്യേക ഇഷ്ടക്കൂടുതലോ ഇഷ്ടക്കുറവോ ഇല്ല. ബട്ട് മെഡിക്കൽ സൈഡ് ചോദിച്ചതുകൊണ്ട് പറയാണ്, ഈ എക്സീമ ഉള്ള പിള്ളേര്, ഏറ്റോപിക് എക്സീമ അല്ലെങ്കിൽ ഏറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ള പിള്ളേര് വിച്ച് കനോട്ട് ബി കൺട്രോൾഡ് വിത്ത് ഓൺലി മെഡിക്കേഷൻസ്, അവരോട് പറയും പെറ്റ്സിനെ വീട്ടിനകത്തുള്ള പെറ്റ്സിനെ അവോയ്ഡ് ചെയ്യാം. അല്ലാതെ നോർമലായിട്ടുള്ള ഒരാൾക്ക് അലർജി ഉണ്ടെന്ന് എങ്ങനെയാ അറിയണേ? പെറ്റ്സിന്റെ അലർജി ആസ്മ പോലെയാണോ വരുന്നത്? അല്ല, ആസ്മ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്നത്. സ്കിന്നിൽ വരുന്നത് അലർജി റാഷസ് നമുക്ക് കണ്ടറിയാം. പെറ്റ്സിന്റെ അലർജി അങ്ങനെയാണോ വരുന്നത്? അല്ല, പെറ്റ്സിന്റെ അലർജി നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്റെ ഫ്രണ്ടിന് ആസ്മയുണ്ട്. ഇങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഫർ ഉള്ള ആനിമൽസ്, പിന്നെ ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ്, അതായത് നമ്മുടെ ഈ കുഷിലൊക്കെ ഇരിക്കുന്ന പൊടികൾ, അങ്ങനത്തെയാണ് പ്രശ്നം. അപ്പം എക്സീമ ഉള്ളവർക്ക് പെറ്റ്സിനോട് മാത്രം അലർജി എന്നല്ല, ജനറലി അവോയ്ഡ് ചെയ്യാൻ പറയുന്നതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന സ്കിൻ ഇഷ്യൂ ആണ്. ഈ പെറ്റ്സ് വീട്ടിലുള്ളപ്പോ നമുക്ക് അത് അലർജി ആണെന്ന് അറിയണമെങ്കിൽ അല്ല, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ബട്ട് പെറ്റ്സ് ഇങ്ങനെ ഏറ്റോപിക് എക്സീമ ഉള്ള പിള്ളേർക്ക് പെറ്റ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറയും. അല്ല, അതെങ്ങനെയാ അറിയണേന്ന്? നമ്മൾ എന്ത് പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്? സ്കിൻ റാഷസ് ആയിട്ട് വരും. കണ്ടാ അറിയാം, മുഖത്തും കയ്യിലൊക്കെ റാഷസ് ആയിട്ട് വരും. ഈ പൂച്ചയുടെ നമുക്ക് എന്തെങ്കിലും ഒരാൾക്ക് ഒരു അലർജി എന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ സപ്പോസ് നമ്മൾ എന്തെങ്കിലും വീട്ടിലേക്ക് മേടിച്ചെന്ന് ഓർത്തോ,
ഇത് അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വരുമോ, അല്ലെങ്കിൽ കുറെ നാള് കഴിഞ്ഞിട്ട് പൂച്ചയുടെ അലർജി എന്നല്ല ജിജു, അതിന്റെ പ്രോബ്ലം ഇസ് നോട്ട് വിത്ത് പൂച്ച, പ്രോബ്ലം ഇസ് വിത്ത് യുവർ സ്കിൻ. ഇൻ ദ സെൻസ് എക്സീമ ഉള്ളവർക്ക് അവരുടെ സ്കിന്നിലെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പം ചെറുതായിട്ട് ഒരു നോർമൽ സ്കിന്നുള്ള ആൾക്ക് പൊടി അടിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫേറുള്ള ആനിമൽസ് വന്നാൽ അവരുടെ ഡിഫൻസ് മെക്കാനിസംസ് കറക്റ്റ് ആണ്. അതുകൊണ്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവർക്കൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ക്യാറ്റ്സ് അല്ലെങ്കിൽ ഈ ഡസ്റ്റ് ഒക്കെ വരുമ്പോൾ റാഷസ് വരും. അത് അതിനോട് സ്പെസിഫിക് അലർജി അല്ല. എനിക്ക് മറ്റേ അവനെ മനസ്സിലായി തോന്നുന്നു, ആളെ പറ്റി ഡിസ്കസ് ചെയ്യണ പോലെ എന്തോ ഒരു പ്രശ്നം വന്നു, ആളിങ്ങനെയൊന്നും കേറാത്ത പക്ഷെ. എന്റെ മമ്മിയുടെ മുഖത്ത് ഈ അടുത്ത് കുറച്ചാളായിട്ട് ചെറിയൊരു കറുത്ത ഡോട്ട് പോലെയായിരുന്നു. അതിപ്പോ ഇത്തിരി വലുതായി, ഇത്ര എത്തിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതും നേരത്തെ പറഞ്ഞ കരിമങ്കില്ല അല്ല, അതാണെന്ന് നിർബന്ധമില്ല, അത് കണ്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും നമ്മളൊരു വെറുതെ ഒരു കരി തേച്ച പോലെ സെബോറിക് കെരട്ടോസിസ് അല്ലെങ്കിൽ സ്റ്റക്കോണിക് അപ്പിയറൻസ്, അതായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി, ഐ ഡോണ്ട് നോ, അതായിരിക്കും വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഓയിൻമെന്റ് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ലേസർ അടിച്ച് കളയാം. ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്നത് ആണെങ്കിൽ വലുതാവും, പരക്കുന്നതാണ്. ഒരു തവണ ഞങ്ങള് മൂന്നാറ് പോയപ്പോ പുള്ളിക്കാരി ഞങ്ങൾ കുറെ കൊട്ടയം സാധനമൊക്കെ മേടിച്ചു. ഞങ്ങൾ ഓർത്ത് അതിൽ നിന്നാന്ന് ഓർത്ത് പുള്ളിക്കാരുടെ മീത്ത് നിറച്ചിങ്ങനെ. അങ്ങനെ പറയില്ല, കൊട്ടേനെ ഇൻസൾട്ട് ചെയ്യില്ലേ, വീഡിയോ ഒന്നും മേടിച്ചാ കൊട്ടേനെ മേടിച്ച അല്ല, കൊട്ടേന്നല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ മേടിച്ചു, നിറച്ചു പൊടിയാണ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അലർജി വരുന്നത്. ഞാൻ ഇപ്പൊ കുറഞ്ഞ കേട്ടോ, ശരിക്കും പേടിച്ചു പോയി. ബിക്കോസ് എന്റെ വീഡിയോസിലൊക്കെ എല്ലാരും ചോദിക്കാൻ തുടങ്ങി എന്ത് പറ്റി, സൺബേൺ ആണോ എന്ത് പറ്റി എന്നൊക്കെ. ഈ മൊത്തം ബോഡിയിൽ ഫുൾ, ഇവിടെ നിന്ന് അങ്ങോട്ടില്ല, ഫുൾ റാഷ്, റെഡ്, എന്നിട്ട് ചിലപ്പോൾ തടിച്ചു വരും, ചെറിയ പുഴു കടിച്ച പോലെ. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം, ഹൈ ഹിസ്റ്റമൈൻ ഫുഡ് ഓവർ, അത് കോമൺ ആണ്, അത് കൊട്ടയൊന്നുമല്ല. പക്ഷെ ഇത് ആർക്കും കണ്ടിട്ടില്ല, ഇത് ഇത്ര നാളായിട്ട്. ഔട്ട് ഓഫ് ദ ബ്ലൂ കുറെ നാള് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞ സാധനത്തിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർത്ത് അന്ന് ഇതിനെ കടിച്ചായിരിക്കും. വേറെ സ്കിന്നിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും അതിന്റെ കോസ് കണ്ടുപിടിക്കാൻ നോക്കണ്ട, ഒന്നിന്റെ അലർജിയാണ്, അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ നോക്കി പോകേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ എർട്ടിക്കേരിയ എന്ന സാധനം അത് 80 to 90% പ്രത്യേകിച്ച് കാരണമില്ലാതെ വരുന്നതാണ്. അപ്പൊ അതിന് ഓരോ അതിന്റെ പുറകിൽ കാര്യം സെർച്ച് ചെയ്ത് പോകേണ്ട കാര്യമില്ല. പക്ഷെ അപ്പൊ ഇത് ഇത്ര നാളായിട്ട് മാറിയിട്ട് ഇപ്പൊ ഒരു 6 months ആയി. ഇപ്പം പറഞ്ഞ മരുന്ന് ഇപ്പൊ ഞാൻ 2 ദിവസമായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ താഴ്ന്നു, ഇനിയിപ്പോ അത് കണ്ടിന്യൂ ചെയ്യണോ? അങ്ങനെ അത് യൂഷ്വലി ഒരു 3 months നമ്മൾ കൊടുക്കും. 3 monthsന് ശേഷം പയ്യെ നിർത്തും. ഇപ്പൊ 6 months ആയി. നേരത്തെ ഞാൻ വേറെ ആളെ കൺസൾട്ട് ചെയ്തു, വേറെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തോണ്ടിരുന്നെ. അപ്പൊ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു, പിന്നെ പറഞ്ഞു ബയോപ്സി എടുത്ത് നോക്കാന്ന് ആ ഡോക്ടർ. അത് കഴിഞ്ഞ് അപ്പൊ ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വേറെ ഡോക്ടറെ എടുത്തപ്പോൾ ഇത് എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ്, ഈവൻ പിള്ളേർക്ക് വരും, ഫുഡിൽ നിന്നുള്ള അലർജി അല്ല, നോർമലി കുറെ നാളെടുത്ത് മാറണ ഒരു അലർജിയാന്ന് പറഞ്ഞു. അപ്പൊ ആള് തന്ന മരുന്ന് കഴിച്ചിട്ട് 2 ദിവസം കൊണ്ട് എന്റെ മാറി, താഴ്ന്നു. പിന്നെ അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു ആ മരുന്ന്. അപ്പൊ കുറഞ്ഞു. പിന്നെ മരുന്ന് കഴിഞ്ഞപ്പോ അത് വീണ്ടും ലൈറ്റ് ആയിട്ട് വരുന്നതിന്റെ ഇത് കുറഞ്ഞു, വീണ്ടും വന്നു, ഇപ്പോഴും ഉണ്ട്. അതൊരു ക്രോണിക് ഡിസീസ്, കുറെ നാളെടുക്കും ചിലർക്ക്. ഇത് ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. യൂഷ്വലി ഒരു 2 to 3 months കൊടുത്ത് യൂഷ്വലി നമുക്ക് ടേപ്പർ ചെയ്ത് നിർത്താൻ പറ്റും. സാധാരണ കുറഞ്ഞു വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അത് പിന്നെയും കണ്ടിന്യൂ. ചിലരുണ്ട് 5-6 മാസം കഴിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട്. നല്ല ചൊറിച്ചിൽ വരുമ്പോ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരും. അതിന്റെ പേര് കാലിന്റെ താഴത്തൊന്നുമില്ല, ഇത്രയും ഭാഗത്ത് മാത്രം, ചില ഭാഗത്ത് വരുള്ളൂ. URTICARIA. അതിന്റെ പ്രോബ്ലം എന്താ, ചിലർക്ക് ചുണ്ടലിങ്ങനെ തടിച്ചു വരും, ചിലപ്പോ ബ്രീതിങ് ഡിഫിക്കൽട്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് കുറച്ചുകൂടെ കെയർഫുൾ ആണ്. കണ്ണൊക്കെ നീര് വെച്ച് അടഞ്ഞു പോകും, ആൻജിയോഡിയമ. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ബട്ട് അന്ന് എന്റെ ഡോക്ടർ പറഞ്ഞു ഇവിടെ നിന്ന് മേലോട്ട് വരില്ലെന്ന്. ഇല്ല, വരാം, ചുണ്ടില് വരാം. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ് കണ്ണിന് ചിലർക്ക് ബ്രീതിങ് ഡിഫിക്കൽട്ടി, അതൊക്കെ വരാം. അല്ലെങ്കിൽ അങ്ങനെയല്ല, അത് എപ്പോ വേണമെങ്കിലും വരാം. അത് മാത്രമല്ല, ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇടുമ്പോ ജിമ്മിൽ പോകുമ്പോ വേർത്തിട്ട് തിരിച്ചു വരുമ്പോ അപ്പോഴൊക്കെയാണ് ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട്. ജിമ്മ് ചെയ്യുന്നതും കുറച്ച് നാളത്തേക്ക് ഒന്ന് ബ്രേക്ക് എടുക്കാൻ പറഞ്ഞു, ഭയങ്കരമായിട്ട് ചൂടാകുന്നു. പിന്നെ ഞാൻ പൂളിൽ സ്വിമ്മിങ് ചെയ്യായിരുന്നു.
സ്കൂളും പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയപ്പോ ഇത്തിരി കുറഞ്ഞു. ഇപ്പൊ കുറെ കുറഞ്ഞു. ഇങ്ങനെയല്ല, ശരിക്കും പേടി വരുമായിരുന്നു. ഈവൻ ഡ്രസ് അലർജി ഒന്നും എനിക്ക് ഒരു മെറ്റീരിയൽസ് ഒന്നും അല്ല, ഡ്രസ് മെറ്റീരിയൽ ഒന്നും ഇടുമ്പോൾ ഒരു ഇതും ഇല്ലാത്ത, അലർജി ഒന്നും ഇല്ലാത്ത. ഇപ്പൊ പക്ഷെ ചില മെറ്റീരിയലൊക്കെ മേത്ത് വെക്കുമ്പോൾ തന്നെ അലർജി വരും, ഫുൾ ഇങ്ങനെ പൊന്തി വരും. ഫുൾ അതൊക്കെ ഈ അടുത്ത് വരാൻ തുടങ്ങിയ അസുഖമാണ്. അത് ഞാൻ പറഞ്ഞാൽ അത് അതിന്റെ ഓരോത്തിന്റെയും കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പോകണ്ട. ബിക്കോസ് അതിന് കാരണം അത് ഇനി ഇപ്പൊ 45 ആയല്ലോ, 45 ആ ഏജിന്റെ ആണോ ഇനി ഇങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങള് ഹോർമോണൽ ചേഞ്ചസ് വരാൻ തുടങ്ങുമ്പോൾ സ്കിന്നിനെ അല്ലെങ്കിൽ ഇതൊക്കെ എഫക്ട് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അത് അങ്ങനെയാണോന്ന് ഇപ്പൊ നീതു സംസാരിച്ച സാധനം ആർക്കുവേണേ വരാം, ചെറിയ പിള്ളേർക്കും പ്രായമുള്ളവർക്കും വരാം. പക്ഷെ വളരെ റെയർ ആയിട്ട് ചില ഹോർമോണൽ ചേഞ്ചസും കൊണ്ട് ഇങ്ങനത്തെ വെർട്ടിക്കേരിയ കണ്ടിട്ടുണ്ട്. അത് വളരെ റെയർ. ബട്ട് യൂഷ്വലി നമ്മൾ കാണുന്നത് 80 to 90% പ്രത്യേകിച്ച് കാരണമില്ലാതെ ഓവർ പീരിയഡ് ടൈം 3 to 4 months ഈ ആന്റി ഹിസ്റ്റമിൻ, അതായത് ഈ അലർജിയുടെ ഗുളിക കഴിച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും. അങ്ങനെ പോകാത്ത വരുന്നവർ മാത്രമേ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുകയുള്ളൂ. ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതായത് വേറെ കുറച്ച് അസുഖങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പം വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈ പറയുന്ന വലിയൊരു ഓൺലി തിങ് ഈസ് അതിനൊരു ക്രോണിക് ഡിസീസ്, അതായത് കുറച്ച് നാളെടുക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പൊ ജിജോ ആണ് ഈപ്പന് വേണ്ടിയിട്ടുള്ള സ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. ജിജോ ആട്ടോ ഇത് റിബൈ കട്ട്, ഇത് ഫിലേ മിനിയോൺ, ഇത് റിബൈ കട്ട്. അങ്ങനെ സ്കിന്നിന് വേണ്ടി സജസ്റ്റ് ചെയ്തല്ല, ഞാൻ ജനറലി നമ്മുടെ ഡയറ്റിനകത്ത് പ്രോട്ടീൻ കുറവാണ്, അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പൊ സജസ്റ്റ് ചെയ്യാൻ കാരണം റിബൈക്കകത്ത് ഫാറ്റ് കണ്ടന്റ് കൂടുതൽ. ഇഫ് യു ലുക്ക് കെയർഫുള്ളി ഈ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ. സോ ബേസിക്കലി ഇറ്റ്സ് ഹെൽത്തി ഫാറ്റ് എന്നാണ് പറയുന്നത്. സോ ഇഫ് യു ഈറ്റ് മോർ ഓഫ് പ്രോട്ടീൻ ആൻഡ് ഹെൽത്തി ഫാറ്റ് യു വിൽ ഫീൽ ലെസ് ഹംഗ്രി. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന കുറെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതുകൊണ്ട് ഞാൻ പഠിച്ചല്ല, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബറിനെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ നീത്തുകൊണ്ട് പറഞ്ഞു. അല്ല, പക്ഷെ ഇതില് മുകളിൽ വെയിറ്റ് വെക്കണ്ടേ? ജിജോടെ യൂട്യൂബർ അത് പറഞ്ഞിട്ടില്ല കേട്ടാ, സോറി. ഞാൻ ഇതിൽ അങ്ങനെ എക്സ്പേർട്ട് അല്ല, ബട്ട് നമുക്ക് ചെയ്ത് നോക്കാം. 4 minutes സെറ്റ് ചെയ്തിട്ടുണ്ടോ? So the conclusion is basically നമ്മുടെ ഡയറ്റിനകത്ത് we should include more of protein and fat than carbohydrates. നമ്മളെ ഇന്ത്യൻസ് നമ്മുടെ ഡയറ്റിനകത്ത് കൂടുതൽ അപ്പൊ വെജീസ് അങ്ങനെ കഴിക്കണമെന്നില്ല. വെജീസ് ഡെഫിനറ്റ്ലി, ബിക്കോസ് ജോർജി ഒക്കെ ഇതിന്റെ മെയിൻ ആളാണ്. മീറ്റ് മാത്രമേ അവൻ കഴിക്കുള്ളൂ. അപ്പൊ വെജീസ് കഴിക്കുകയില്ല. അതും ഇതായിട്ട് അത് അത്ര നല്ലതാണെന്ന് എനിക്ക് അറിയത്തില്ല. പൊതുവെ പ്രോട്ടീൻ ഇതിന് കുറവാണ്. ഇവിടെ കഴിക്കില്ല. സോ ഇതിനകത്ത് എന്താ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന? ശരിക്കും ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ട് എന്റെ പൂച്ചകൾ അവര് ഉപ്പും പെപ്പറും മാത്രമേ ഇടാൻ പാടുള്ളൂ, വേറെ ഒന്നും ഇടണ്ട. ബട്ട് ഉള്ളി തിങ് ഇത് നമ്മള് ഹൈ ഫ്ലെയിം വേണം കുക്ക് ചെയ്യാനായിട്ട്. ആൻഡ് ചട്ടി അതുപോലെ തന്നെ ചൂടാവണം, എക്സ്ട്രാ ചൂടായിട്ട് വേണം മീറ്റ് ഇടാനായിട്ട്. ബട്ട് ഇങ്ങനെയൊക്കെ നോക്കി ഞാൻ ഉപ്പും കുരുമുളകും എത്ര നേരം ഇടും? നന്നായിട്ട് ആദ്യം തന്നെ പാട്രൈ ചെയ്യണം. ഭയങ്കര നനവ് ഒട്ടും ഉണ്ടാകാൻ പാടില്ല മീറ്റില്. എന്നിട്ട് ഉപ്പും പെപ്പറും ഇടണം. അതൊരു 1/2 hour മുമ്പ് അങ്ങനെയൊക്കെ ഇട്ടാൽ മാറിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഒലിവ് ഓയിൽ അത്രേ ഇട്ടിട്ടുള്ളൂ. ബട്ട് മീറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ കിട്ടുമോ അറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പൊ മീഡിയം റെയർ ആണ്. ഞാനങ്ങനെ എങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല, എന്തായാലും കഴിക്കും. അല്ല, മീറ്റ് ഫാനാണോ ആക്ച്വലി? നോ, അത് ശരി. ഐ വാണ്ടഡ് ടു സ്പ്രെഡ് ബിക്കോസ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഡയറ്റിനകത്ത് പ്രോട്ടീൻ വളരെ കുറവാണ്. ശരിക്കും ഞാനിപ്പോ പയ്യെ ഞാൻ മീറ്റിലോട്ട് മാറാൻ നോക്കുക. മീറ്റ് കഴിക്കത്തില്ലെന്നല്ല, കഴിക്കും, പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ കഴിക്കും. വെജിറ്റേറിയൻ ആണ്? അല്ലല്ല, വെജിറ്റേറിയൻ. ഞാൻ മീറ്റൊക്കെ കഴിക്കും, പക്ഷെ ഈ ആക്ച്വൽ മീറ്റ് ലവർ ഒന്നും അല്ല, പക്ഷെ മീറ്റ് കഴിക്കും. കുറച്ച് റോസ്മേരി ഇട്ടേക്കട്ടെ. ഒരു 7 minutes ഇതുണ്ട് റെസ്റ്റിംഗ് ടൈം. 5 to 10 minutes. ഞാൻ ഈ ഇതും കൂടി ഒന്ന് കുക്ക് ചെയ്തേക്കട്ടെ. ഇതൊരു വ്യത്യാസം വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ജിജു ഇതൊന്ന് ടൈം സെറ്റ് ചെയ്യാവോ?
I think this is very good. The beef. ജിജോ താങ്ക് യു. ജിജോ കുക്ക് ചെയ്തേട്ടാ. ജോർജിയാണ് മോനില്ലേ, ആശാൻ നീത്തോണ് പിന്നെ സ്റ്റേക്കിന്റെ ആൾക്കാർ. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് സ്റ്റേക്ക്. പക്ഷേ ഈ കളഞ്ഞ് കുഴപ്പമില്ല, ആവശ്യം നല്ല നെയ്യുണ്ട്. പിന്നെ ഈ സ്കിൻ ടാഗ്സ് റിമൂവിങ് വരും, ആണുങ്ങളും വരും. അത് ആക്ച്വലി ജിജോന് വന്നു, എനിക്കും വന്നു. ജിജോ പക്ഷെ പോയി റിമൂവ് ചെയ്തു. എനിക്ക് ഒരു ഓയിൻമെന്റ് ഉണ്ട്, അവിടെ പോണേ പോകണം. അവര് മെഷീൻ വെച്ചിട്ടുള്ള ചെയ്യണം. ഞാൻ ചെയ്തത് ഇവിടെ എറണയില് ജയശ്രീ. ഭയങ്കര സിമ്പിൾ ആണത്. അത് പകരുന്നതല്ലേ? അല്ല, പക്ഷെ ജിജോയുടെ ബോഡിയിൽ പല സ്ഥലത്തുണ്ടായിരുന്നു. സ്വന്തം ബോഡിയിലും പകരില്ല. ഇല്ല. ഓ, പിന്നെ ഈ മറുകുകൾ കളയാനായിട്ട് ആരെയാ കൺസൾട്ട്? ശരിക്കും ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്താണ് പോകണ്ടേ? മറുക് ഫേസുള്ള മറുകം ബെറ്റർ പ്ലാസ്റ്റിക് സർജൻ ചെയ്യുന്നതായിരിക്കും. ഡെർമറ്റോളജി ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഫേസ് ഒക്കെ ആയതുകൊണ്ട് സ്കാർ വരാതിരിക്കാൻ. ഇപ്പൊ എന്റെ ഈ മറുക് കളയണമെങ്കിൽ ഞാൻ കളയത്തില്ല. അത് അങ്ങനെ കളഞ്ഞാൽ ശരിയാവത്തില്ല. പ്ലാസ്റ്റിക് സർജൻ ആകുമ്പോൾ പാടില്ലാതെ കളയും. പ്ലാസ്റ്റിക് സർജനെയാണ് ഇപ്പൊ കാണുന്നത്. അത് വലിയൊരു പ്രൊസീജിയർ ഒന്നും അല്ല, അതായിരിക്കും ബെറ്റർ ഫേസ് ആയതുകൊണ്ട്. ഈപ്പന് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു അവക്കാഡോ ഫാം ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ഡോക്ടർ ആൻഡ് ഫാം അതും യൂട്യൂബിൽ കിടപ്പുണ്ട് എന്റെ വീഡിയോ. ആണോ? അടുത്തല്ല, വേറെ അടുത്താം. മറ്റേ എന്തോ ഫാമർ, മല്ലു ഫാമർ. അത് തന്നെ. എനിക്ക് തോന്നുന്നു എടുത്തിട്ടില്ലേ? 2 കൊല്ലം മുമ്പ് എടുത്താം. ഈ അവക്കാഡോ സ്കിന്നിനോ അല്ലാന്ന് കേട്ടിട്ടുണ്ട്. ആണോ? സ്കിന്നിനല്ല, ഐ മീൻ അവക്കാഡോ ഓയിൽ കുറെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു, സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അവക്കാഡോ ഓയിലും ഉണ്ട്, ബട്ടറും ഉണ്ട്. അത് കൂടാതെ അവക്കാഡോ തിന്നുന്നത് ഹെൽത്തി ഫാറ്റ് ആണല്ലോ. ഡെസേർട്ട് വീട്ടിലുണ്ടാക്കാത്തൊരു സാധനമാട്ടോ, പക്ഷെ ഇന്ന് ട്രൈ ചെയ്തു. പിന്നെ ഞാൻ ട്രേസിയുടെ ഗ്രനോളയാണ് മുകളിൽ ഇട്ടേക്കുന്നത്. ഗ്രനോള ഇസ് വെരി ഗുഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെനില ഐസ്ക്രീം താഴെ ആപ്പിൾ ആൻഡ് സ്പ്രിംഗ് റോൾ ഷീറ്റിൽ റോൾ ചെയ്തിട്ട്. ഓല ഗ്രനോല, വെനില ഐസ്ക്രീം ആൻഡ് ആപ്പിൾ സ്ട്രൂഡിൽ. ഓല ഗ്രനോല ഓൺലൈൻ മേടിച്ചാണോ? അല്ലല്ല, അത് ഇവിടെ മെറൈൻ ഡ്രൈവില്. അല്ല, മെറൈൻ ഡ്രൈവിലെ അടുത്താണല്ലോ, അവരുടെ ഷോപ്പിൽ കിട്ടും. അത് ഞാൻ ഈ അടുത്താ അറിഞ്ഞത്. അല്ലല്ല, സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് ഉണ്ട്. ആണോ? ഓ, റെറ്റിനോൾ പിന്നെ വിറ്റമിൻ സി. കൊറിയയിലൊക്കെ, സൗത്ത് കൊറിയ അവരാണല്ലോ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ്. ജനറലി അവർ പറയുന്നത് 25 കഴിഞ്ഞ ലേഡീസ് വിൽ സ്റ്റാർട്ട് യൂസിങ് റെറ്റിനോൾ. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ സ്കിൻ ഇറ്റ്സ് വെരി യങ്, ഭയങ്കര. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈഡിലേക്ക് ചെയ്യാൻ പറ്റുന്നത് മേ ബി ആഫ്റ്റർ 35 or 40 ആയിരുന്നു. അങ്ങനെ ഏജ് സ്പെസിഫൈ ചെയ്യത്തില്ല. സൺസ്ക്രീൻ എവറി ഡേ യൂസ് ദ റെറ്റിനോൾ ആൻഡ് വൈറ്റമിൻ സി ഓൾട്ടർനേറ്റ്. ഈ രാത്രിയിലേ പറ്റുള്ളൂ. റെറ്റിനോൾ പക്ഷേ ഞാൻ ഒരിടയ്ക്ക് യൂസ് ചെയ്തത്, പക്ഷെ അതെനിക്ക് ചെറിയ റാഷസ് പോലെ. സോ ദാറ്റ് ഇസ് റെറ്റിനോയിഡ്സ്. മൈൽഡ് റെറ്റിനോളെ ഉപയോഗിക്കാവുള്ളൂ. ഞാൻ പറഞ്ഞുതരാം പ്രൊഡക്റ്റിൻ്റെ പേര്. ഓൾട്ടർനേറ്റ് ഡേ വൈകുന്നേരം ഉപയോഗിക്കാവുള്ളൂ. സെൻസിറ്റീവ് ഏരിയസ് ഓഫ് ദ ഫേസ്, നോസിൻ്റെ സൈഡ്, കണ്ണിൻ്റെ അടിയിൽ, വായൻ്റെ സൈഡിലൊന്നും ഉപയോഗിക്കരുത്. ഇതൊക്കെ സെൻസിറ്റീവ് ഏരിയസ് ഓഫ് ദ ഫേസ്. ഓൾട്ടർനേറ്റ് വിത്ത് വൈറ്റമിൻ സി. യൂസ് ഇറ്റ് ഫോർ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പം there will be a difference. ഈ ഏജ് റിലേറ്റഡ് സ്കിൻ ചേഞ്ചസ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഫൈൻ ലൈൻസ്, ഫൈൻ റിങ്കിൾസ്, കുറച്ച് പിഗ്മെന്റേഷൻ, അതൊക്കെ യു ക്യാൻ ഡിലേ ദ ഓൺസെറ്റ് ഓഫ് ഇറ്റ്. അത് നല്ല ഡിഫറൻസ് വരും. അത് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് ആൾക്കാർ ചോദിക്കുമ്പോൾ റെറ്റിനോൾ. ബട്ട് എനിക്ക് ഈ നാച്ചുറൽ ക്യൂക്കുംബറും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തൈര്, പാൽപ്പാട, ഈ ഇങ്ങനത്തെ എന്ത് തേച്ചാലും എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് അലർജി പോലെ. അലർജി അല്ല, ഡ്രൈ ആയിപ്പോവും, എക്സ്ട്രാ ഡ്രൈ ആയിപ്പോവും. ഞാനപ്പോൾ നാച്ചുറലായി ഇതെല്ലാം നിർത്തി. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ വിറ്റമിൻ സി മോയ്സ്ചറൈസറൊക്കെ ഇതുപോലെ തന്നെ 2 മണിക്കൂർ ഇടവിട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെ ശരിയായി. ബട്ട് ഈ നാച്ചുറലായിട്ടുള്ള ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യില്ല, ക്യൂക്കുംബറൊക്കെ. പക്ഷേ മഞ്ഞയ്ക്കൊക്കെ അത് ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് മാറ്റം വരും അവർക്ക്. പിന്നെ എൻ്റെ ഇവിടെ നിൽക്കുന്ന ചേച്ചിക്ക് ഉണ്ടല്ലോ, ആ കൊച്ചിന് ബോഡിയിൽ അലർജി വന്നു, ഈ ചുണങ്ങ് പോലെ കേട്ടോ, ഒരു വൈറ്റ് കുത്തുമല്ലോ. ഞാൻ ശരിക്കും പേടിച്ചു അത് കണ്ടിട്ട്. ഐ മീൻ ഫേസിൽ വന്നു, മേത്തും വന്നു. വെളിച്ചെണ്ണ ആൻഡ് മഞ്ഞൾപ്പൊടി, നമ്മുടെ കറിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, അത്
മേത്ത് തേച്ച് ഒരാഴ്ച കൊണ്ട് അത് ഫുൾ മാറി. ഓ ശരി. അത് ശരിക്കും എനിക്കൊരു ഭയങ്കര മിറക്കിൾ പോലെ തോന്നി. ഇങ്ങനെ മാറുമെന്നേ. വെളിച്ചെണ്ണയും ആക്ച്വലി വെളിച്ചെണ്ണ ഭയങ്കര നല്ലൊരു സ്കിൻ ഡിസിൻഫെക്റ്റന്റ് അല്ലേ? വെളിച്ചെണ്ണ is a good moisturizer. ഓക്കെ. ബട്ട് You can use, but വെളിച്ചെണ്ണ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ മേത്ത് വെച്ചിട്ട് ഇരിക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും. പിന്നെ അവിടെ ഉറുമ്പ് വരും. അങ്ങനത്തെ ഇത് എനിക്കൊന്ന് ഇത് രാത്രി ഫുൾ ആള് ഓവർനൈറ്റ് തേച്ച് കിടന്നു. പക്ഷെ ഭയങ്കര മാറ്റമാണ് അത്. നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും അങ്ങനത്തെ മാറ്റം വരുന്നത്. ഞാൻ ശരിക്കും ഓർത്തു പാണ്ഡുരോഗം പോലെ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വന്നു പോകുന്ന ആൾക്ക്. അതുപോലെ ഇതായിരുന്നു. ഈ ഡാർക്ക് സർക്കിളിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ വരാറുണ്ടോ, കൺസൾട്ട് ചെയ്യാറുണ്ടോ? ഞാൻ ഈ ഡാർക്ക് സർക്കിളും ഭയങ്കര ഒരു കോമൺ കംപ്ലൈൻറ്റാണ്. സോ ഡാർക്ക് സർക്കിൾ ട്രീറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ബട്ട് എന്നാലും അതിന് ഓപ്ഷൻസ് ഉണ്ട്. അപ്ലൈ ചെയ്യുന്ന ലോഷൻ ഉണ്ട്, പിന്നെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, മൈക്രോഡർമാബ്രേഷൻ തന്നെ. ബട്ട് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു ഫൈൻഡ് ഔട്ട് ദി അണ്ടർലൈൻ കോസ്. ഫോർ എക്സാമ്പിൾ കണ്ണിന് പാറുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ കണ്ണ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓർബിക്കുലർ സോൾക്ക്, അതായത് കണ്ണിന് ചുറ്റിനുള്ള മസിൽ സ്ട്രെയിൻ ചെയ്യണം. സോ കണ്ണിൻ്റെ പവർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. രണ്ടാമത് ഈ ഏറ്റോപിക്സ്, അതായത് ഇച്ചിരി അലർജി ടെൻഡൻസി ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും. അത് മേ ബി വൺ ഓഫ് ദ ഫാക്ടർ. പിന്നെ ഈ രാത്രി ഉറക്കമില്ലായ്മ, ഈ സ്ട്രെസ്, അങ്ങനത്തെ സോ അണ്ടർലൈൻ കോസ് ഇത് മൂന്നെണ്ണം നോക്കിയിട്ട് സ്റ്റാർട്ട് യൂസിങ് ദ ഓയിൻമെൻറ്റ്. ഒരു ക്രീമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടുമാണ് ഓപ്ഷൻസ്. ബട്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് ആ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഈവൻ പൊട്ടേറ്റോ മുറിച്ച് ഇങ്ങനെ വട്ടം ഇങ്ങനെ വെച്ചാൽ മാറുന്നു കേട്ടിട്ടുണ്ട്. പച്ച ഉരുളക്കിഴങ്ങ് അത് ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. പക്ഷേ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഒരു മെയിൻ കാര്യം ചോദിക്കാൻ പോകട്ടെ ഡോക്ടറിന്, എന്റെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് അല്ല ഇതെനിക്ക് നേരിട്ട് ചോദിക്കാനോ? ഇനി വന്നാൽ മതിയില്ലേ, ഹോസ്പിറ്റലിൽ വന്നപ്പോരെ. ഇപ്പൊ ആ ബ്ലാക്ക് നേരത്തെ പറഞ്ഞില്ലേ നമ്മള്, അങ്ങനത്തെ വല്ല ഇതിന് ഇപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ? ഫേസ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ആഫ്റ്റർ 35-40 what you can do is every day you use a sunscreen in the morning. അതെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ വിസിബിൾ ആണോ എന്തെങ്കിലും? അപ്പൊ നേരിട്ട് പറയാം, ധൈര്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ചോദിച്ചോ, എനിക്ക് വേണമെങ്കിൽ അടുത്ത് നോക്കിയാൽ കണ്ടുപിടിക്കാം. അല്ല അത് പറഞ്ഞോട്ടെ, ഇത് സ്കിന്നെന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷൻ അല്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു റിമൂവ് ദ മോൾ, യു ക്യാൻ. ഇവിടെയുള്ള സ്കിൻ ടാഗ് ക്യാൻ ബി റിമൂവ്. ഇവിടെ അതൊക്കെ നീതു പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കും, ഞാൻ ശരിക്കും കൺസൾട്ട് ചെയ്യണം, എന്നിട്ട് വന്നാൽ പോലെ ഈ മോള് മാറാം. അതായത് നീതു ഇതൊക്കെ കളയണമെങ്കിൽ കളഞ്ഞാൽ മതി. ഞാൻ കേട്ടിട്ടുണ്ട് ഈ കുറേ നാളുള്ള നമ്മുടെ മറുകുകള് കളഞ്ഞ ക്യാൻസറസ് മാറും എന്നൊക്കെ. അങ്ങനെയല്ല, 3 ക്രൈറ്റീരിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സഡൻ ഇൻക്രീസ് ഇൻ സൈസ്, മോൾ പെട്ടെന്ന് വലുതാവുകയാണ്. രണ്ടാമത് മോളിന്റെ ഷേപ്പ്, അതായത് എസിമെട്രി, അതായത് പെർഫെക്റ്റ്ലി റൗണ്ട് മോളിന് വരെ ഇങ്ങനെ ഇറഗുലർ ഇങ്ങനെ ഇറഗുലർ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത് കളയും. പിന്നെ പെട്ടെന്ന് ചൊറിഞ്ഞു പൊട്ടിയിട്ട് ബ്ലഡ് വരുവാണെങ്കിൽ ഈ മറുകന്, ഇതൊക്കെയാണ് യൂഷ്വലായിട്ട് നമ്മൾ നോക്കുന്നത്. മറുകല്ല, മോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു കളയേണ്ട കാര്യമുള്ളൂ. ഈ പ്രോബ്ലം ആണെങ്കിലും ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത്. ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനത്തെ കളയേണ്ടവർക്ക് നീറ്റ് ചോദിച്ച ഡാർക്ക്നെസ് മോസ്റ്റ് പ്രോബ്ലം ഇതാണെന്നല്ല പറയുന്നത്. ലൈക്കൻ പ്ലാനസ് പറഞ്ഞ അസുഖമുണ്ട്. ലൈക്കൻ പ്ലാനസ് പിഗ്മെന്റോസിസ്, യൂഷ്വലി എക്സ്പോസ്ഡ് ഏരിയ, പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളിലായിരിക്കും. അതൊക്കെ ബോഡിയുടെ ഉള്ളിലുള്ള പ്രോബ്ലംസ് ആണ്. അത് പുറത്തുനിന്ന് ഒരു കാരണം കൊണ്ട് വരുന്നതല്ല. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ദാറ്റ് വിൽ ടേക്ക് ടൈം. അതുപോലെ തന്നെ ഇരിക്കുന്ന വേറെ കുറച്ച്, ഫോർ എക്സാമ്പിൾ ആണുങ്ങൾ, നല്ല വണ്ണമുള്ള ആണുങ്ങളുടെ നോക്കി അറിയാം കഴുത്തേൽ അല്ലെങ്കിൽ ഇവിടെ, അതും ഒരു കോമൺ മാൻ കണ്ടാൽ ഒരുപോലെ ഇരിക്കും. പക്ഷേ അത് അല്ല, അത് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു കോമൺ മാൻ നോക്കുമ്പം എല്ലാം ഇവിടെയും കറുപ്പാണ്, മറ്റേ ലൈക്കൻ പ്ലാനസും കറുപ്പ്. ബട്ട് ദാറ്റ് ഇസ് രണ്ട് കാരണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. അപ്പം അതുപോലെ തന്നെ ഇരിക്കുന്ന ഫോർ എക്സാമ്പിൾ ആഷി ഡെർമറ്റോസിസ്, അങ്ങനെ കുറേ കണ്ടീഷൻ ഉണ്ട്. ഒരു സാധാരണ ആൾ കാണുമ്പം എല്ലാം മുഖത്തെ പിഗ്മെന്റേഷനാണ്, പക്ഷേ അതിൻ്റെ കോസ് വേറെയാണ്. എപ്പോഴും ഒരു ആഫ്റ്റർ 45 അല്ലേ ഇങ്ങനത്തെ എല്ലാം സ്റ്റാർട്ട് ചെയ്യണത്? അങ്ങനെയാണ് കണ്ടേക്കുന്നത് മെയിൻലി. ബട്ട് യങ്ങർ ജനറേഷനിലുണ്ട്, ബട്ട് ഇൻസിഡൻസ് കുറവാണ്. പിന്നെ ഈ പൊള്ളി ഇപ്പം എൻ്റെ മേലിൽ ഫുൾ പൊള്ളിയിരിക്കുക, ഇങ്ങനെ എണ്ണ തെറിച്ചിട്ടില്ല, അങ്ങനത്തെ പാടുകളൊക്കെ പോവാനായിട്ട് അത് പിന്നെ ലേസറുണ്ട്, ഓയിൻമെൻറ്റ്സ് ഉണ്ട്. ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡെർമറ്റോളജി ചെയ്യാം. പക്ഷേ പൊള്ളൽ ഞങ്ങളല്ല ട്രീറ്റ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് സർജൻസാണ്. അല്ല, ചെറിയ ഇതുപോലെ തന്നെ എണ്ണ തെറിക്കുന്നതൊക്കെയാണ്. ബട്ട് അത് എപ്പോഴും തെറിച്ച് കുറെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഓയിൻമെന്റ് ആണോ അല്ലെങ്കിൽ കെമിക്കൽ പീലിംഗ് ഉണ്ട്, ലേസർ ഉണ്ട്. ഡിപ്പെൻഡ് ചെയ്യപ്പോൾ എന്തോരം ഡെപ്തിലാണ് പൊള്ളിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വന്നിരിക്കുന്ന പാടെങ്ങനെയാണ് അത് അസസ് ചെയ്തിട്ട്
ഇവന്റെ ഹോസ്പിറ്റലിന്റെ പേരെന്തായിരുന്നു? ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളിയില്ല, കോട്ടയം ഡിസ്ട്രിക്ട്. അവിടെ മൺഡേ ടു ഫ്രൈഡേ അവിടെയാണ്. സാറ്റർഡേസ് മാത്രമേ എറണാകുളത്ത് വരും. ഞാൻ ബിക്കോസ് എറണാകുളത്തായിരുന്നു ഇത്ര നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാജഗിരിയിൽ. അത് കഴിഞ്ഞ് എനിക്കിവിടെ കുറേ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേഷ്യൻസ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വൺസ് എ വീക്ക് സാറ്റർഡേസ് മാത്രം ഇവിടെ വരും. കാഞ്ഞിരപ്പള്ളി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അവർ കടമപ്പുഴ ഹോസ്പിറ്റൽ, എൻ്റെ ഫാമിലി റൺ ഹോസ്പിറ്റലാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന കാക്കനാട് ഒരു ക്ലിനിക്കാണ്, ക്ലിനിക് സി എന്ന് പറഞ്ഞിട്ടൊരു സ്കിൻ ക്ലിനിക്കാണ് കാക്കനാട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലിങ്ക് തരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്യാം. സാറ്റർഡേ മോർണിംഗ് 10:30 to maybe 1. കാഞ്ഞിരപ്പള്ളിയിലുള്ളത് സ്കിന്ന് മാത്രമാണ്? അല്ല, അത് ജനറൽ ഹോസ്പിറ്റൽ. ഞാൻ അവിടെ സ്കിൻ, ബാക്കി ഡിപ്പാർട്ട്മെന്റ്സ് വേറെ കുറേ ഉണ്ട്. ഫാദർ അനസ്തറ്റിസ്റ്റാണ്. ഫാദറും അവിടെ തന്നെ. പൂജേൻ്റെ അടുത്ത് എൻ്റെ അന്വേഷണം പറയണേട്ടോ. ഞാൻ ഡിസേർട്ട് തീർത്തു, ഞാൻ വിചാരിച്ചു തീർന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈപ്പനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബൈ. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു ഈപ്പൻ. താങ്ക് യു സോ മച്ച്. യെസ്.